അല്ല പിന്നെ ഒരു മര്യാദ വേണ്ട. എടാ നീ എന്റെ മോനാന്ന് പറയാൻ പോലും എനിക്ക് മാനക്കേടാ. എടാ ന്യൂ ഇയർ ആഘോഷിക്കുകയോ എടുക്കുകയോ എന്ത് വേണം ചെയ്തോ, അതും വല്ല ഗുണ്ടയുടെ മോളെ കൂടെ പോയിട്ട് ഏതെങ്കിലും പറഞ്ഞുണ്ടാക്കിയിട്ട് വീട്ടിനകത്ത് ഒളിച്ചിരിക്കുന്നതല്ല മര്യാദ കേട്ടോ. വേണ്ട, ഈ പേരും പറഞ്ഞ് ഏതെങ്കിലും ഗുണ്ടകള് ഈ വീട്ടിൽ കാല് കുത്തിയ അവന്റെ കാല് ഞാൻ വെട്ടും. പവിത്ര, അങ്ങനെ വെട്ടാൻ പറ്റിയ വാഴപ്പിണ്ടി കാലേ നീയൊക്കെ കണ്ടിട്ടുള്ളൂ. ആണ്ടാ മിക്കി മൗസ് ഷൂസ് ഇട്ടോണ്ട് നിൽക്കുന്നടി. കൊട വീണതാ. അപ്പൊ ആ കൊട മാറ്റിയിട്ട് വന്ന കാര്യം എന്താന്ന് വെച്ചാ നിങ്ങൾ ആരാന്ന് വെച്ചാ പറ. പറഞ്ഞു തരാം. ഇതെന്റെ ഭർത്താവാ, ഗുണ്ടയാ, കട്ട തമ്പി. തമ്പി കട്ടട്ട് എന്റെ വീട്ടിൽ വരാതെ അത് ആക്രി കടയെ കൊണ്ട് കൊറു അവിടുന്ന്. തമ്പി കട്ടെന്നല്ല, കട്ട തമ്പി. കുണ്ടറ കമ്പോളത്തിലെ അറിയപ്പെടുന്ന രാധയാ. ആ ഉമ്മാലേ കുണ്ടറന്ന് രാധ വന്ന് നിൽക്കുന്നു. ഈ ചിട്ടിപ്പോര് വല്ലതും ഉണ്ടോ? രാധയല്ല, പിന്നെ കുടുങ്ങി വെച്ചൊക്കെ നിർത്തി തരാനായിട്ട്. ഊതില്ല, അത്രേ ഉള്ളു. പിന്നെ ക്രിക്കറ്റ് കളിക്കാരെ അത്ര ഇപ്പൊ നിന്റെ അണ്ണി ഊതി തരാൻ പോയിട്ട് നീ വന്നേ. പട്ടി ഷോ കാണിക്കാൻ ഓർക്കണമായിരുന്നു. അവിടെ ഒരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, അവിടെ പോയി നമുക്ക് ആ പൊടിയങ്ങ് എടുത്ത് കളഞ്ഞാലോ? ഗവൺമെന്റ് ആശുപത്രി എനിക്ക് പോകാൻ പറ്റത്തില്ല. അതെന്ത്? പണ്ട് എന്റെ അമ്മാവന്റെ കണ്ണി പൊടി വീണപ്പോ ഞാൻ ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. പൊടി എടുത്ത് കളഞ്ഞോ? കണ്ണങ്ങ് എടുത്ത് കളഞ്ഞു. പൊടി കിടക്കുവാ. അതെ നിങ്ങളെ എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലാവുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ച് പറ. നിങ്ങള് എന്റെ അണ്ണ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടെ. നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലായില്ലല്ലോടാ. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാടാ. നിന്റെ മോനൊരു നിഴല് പോലെ എന്റെ മോളെ പിന്തുടരുക. നിർത്തിക്കോണം. അപ്പൊ നിങ്ങൾക്ക് തെറ്റി. എന്റെ മോൻ നിഴല് പോലെ പിന്തുടരുവല്ല, പിന്നെ എന്റെ മോൻ ഒരു നിഴലിനെയാണ് പിന്തുടരുന്നത്. പിന്നെ ഇതിന്റെ ഇല്ല വിത്ത്. എന്തുവാ ഇത്? മൂക്കിപ്പൊടി. എന്തിന്? വലിക്കാൻ. അന്നല്ലേ ദേഷ്യം വന്ന ഭയങ്കര മൂക്കിപ്പൊടി വലിയ. ഇന്ന് എന്നെ പിടിച്ചാ കിട്ടത്തില്ല മോനെ. വലിയണ്ണ വലിയണ്ണ. അതവിടെ നിൽക്കട്ടെ. ഈ വീട്ടിൽ ടോട്ടൽ എത്ര പേരുണ്ടാ? ടോട്ടിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. കുളിക്കും ഞാൻ ഇനി കയറി പോരും, അല്ലാതെ എണ്ണ എടുക്കാറില്ല. തോട്ടിൽ കുളിക്കാൻ വരുന്നവർ എണ്ണ എടുക്കാനല്ല. പിന്നെ ഈ വീട്ടിൽ ഇവിടെ മൊത്തം എത്ര പേരുണ്ടെന്ന്? അത് എനിക്ക് ആകെ ഒറ്റ മോനേ ഉള്ളു. അവനാണെങ്കിൽ ഈ മൂലക്കുരുവിന്റെ അസുഖം കാരണം ഞാൻ 10-15,000 രൂപ കൊടുത്ത് വേദന ഇല്ലാതെ കരിച്ചു കളയാൻ പോയപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്. ഈ വേദന ഇല്ലാതെ കരിച്ചു കളയാനേ പൈസ ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. സന്ധ്യ പരുവാകുമ്പോഴേ ഒരു 1/2 ലിറ്റർ മണ്ണെണ്ണയും അല്പ ഓലച്ചൂട്ടും ചുരുട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാ 5 പൈസ കൊടുക്കാൻ ഞാൻ കരിച്ചു തരാം. സഹോദരി, അത് മൂലക്കുരുവാ, അല്ലാതെ കടന്തക്കൂടല്ല. എന്നെ കളിയാക്കുന്നെണ്ണ. ഇവിടെ നിൽക്കുമ്പോ എന്റെ പെണ്ണുപിള്ളെ കളിയാക്കുന്നതാ. കാണിച്ചു തരാടാ. കൊടുക്കും. ഇനി കൊടുക്കല്ലേ? കൊടുക്കും. നിനക്ക് ഇപ്പൊ കിട്ടുവാ, നിനക്ക് ഇപ്പൊ കിട്ടുവാ. വലിയണ്ണ വലിയണ്ണ. ഇതെവിടുത്തെ ഗുണ്ടയാടാ ഇത്? അണ്ണനെ അങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല. എന്റെ അണ്ണനെ കുറിച്ച് അവന്റെ ഫാമിലി അറിയാവോ? അണ്ണന്റെ മുത്തച്ഛൻ എന്ന് പറഞ്ഞ ആരായിരുന്നു? നാട് വിറപ്പിച്ച ഗുണ്ടയായിരുന്നു. പിന്നെ നാട് മാത്രോ? കാടിനെ കിടുകിട വിറപ്പിച്ച ആളായിരുന്നു എന്റെ മുത്തച്ഛൻ. കാട്ടിൽ കയറി ഒറ്റയാന്റെ മസ്തകം അടിച്ച് തകർക്കുക, ഉറങ്ങിക്കിടക്കുന്ന കരടിയുടെ വാവലിച്ചു പൊളന്ന് പല്ലെണ്ണി നോക്കുക, കാട്ടിലെ രാജാവായ സിംഹവുമായി പഞ്ച കുത്തി പിടിക്കുക. ഇതൊക്കെയാണ് എന്റെ മുത്തച്ഛന്റെ ചെറിയ ചെറിയ ഹോബികൾ. അപ്പൊ ഈ മുത്തച്ഛൻ ഇപ്പൊ എവിടെ ഉണ്ട്? അണ്ണാൻ കടിച്ച് ചത്തുപോയി.
അണ്ണാന്റെ വായിന്ന് മാങ്ങാണ്ടി തോണ്ടി തിന്നാൻ ചെന്നപ്പോഴേ അണ്ണാൻ വെച്ച് കടിച്ചു കൊടുത്ത് ചിപ്രം കടിച്ചു കളഞ്ഞു. അങ്ങനെ എന്റെ കുടുംബത്തിൽ പറയാനാണെങ്കിൽ എന്തെല്ലാം കഥകൾ കിടക്കുന്നു. അതെ. ഞാൻ താണ്ട പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുണ്ട് ആളെ മുമ്പ് ഷൈൻ ചെയ്യാൻ വേണ്ടി മുണ്ട് മടക്കി കുത്തുമ്പോ കൈ കയറി കുരുങ്ങല്ലെന്ന്. ഇനി മേല എന്നെ ഞാൻ ചിലപ്പോ പലപ്പോഴും കാണത്തില്ല, ഓർമ്മ വേണം. ഒരു കൈ കുറിക്കപ്പോ എടുക്കാൻ വയ്യാത്ത എന്തൊരു ഗുണ്ടയുടെ ഇത്. എന്റെ പെണ്ണുമ്പിള്ളയുടെ മുമ്പിൽ വെച്ച് നീ എന്നെ കളിയാക്കല്ലോടാ. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. പവിത്ര എല്ലീന്ന് പറ. അണ്ണ സത്യത്തിൽ നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? എന്തിനാടി ഇവിടെ വന്നേ? ചേന പുഴുങ്ങി തിന്നാൻ. നമ്മുടെ മോളെ കളിയാക്കി ആരും അങ്ങോട്ട് ചോദിച്ചു മനസ്സിൽ അങ്ങോട്ട്. നിന്റെ മോനെന്ന് പറയുന്നവരുണ്ടല്ലോടാ, ഇനി എങ്ങാനും എന്റെ മോടെ പിറകെ നടന്നെന്ന് ഞാൻ അറിഞ്ഞാൽ അന്നതേ എന്റെ ഈ കത്തിക്കുന്ന വില പറയും. നിങ്ങൾ വലിയ ഗുണ്ട, നിങ്ങളെ പിച്ചാത്തി. ഉള്ള വില പറഞ്ഞ കയ്യിലുള്ളത് ഞാനങ്ങ് എടി മാന്യായിട്ട് അവര് കത്തിക്കൊരു വില തരാന്നൊക്കെ പറയപ്പോ എന്താ വേണോടി? കിഴങ്ങേ നിങ്ങളെ കളിയാക്കിയതാന്ന്. എടാ നിന്റെ മോനെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോടാ, ഏതെങ്കിലും ഒരു കാലത്ത് അവൻ എന്റെ കൺമുന്നിൽ വന്ന് പെടും. അന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അല്ല, അവൻ എപ്പോഴാ വരുന്നേ പോകുന്ന അറിയത്തില്ല. ഈ പിച്ചാത്തി കാണിക്കാനാണെങ്കിൽ ഫോട്ടോ എടുത്ത് എന്റെ വാട്സപ്പിൽ ഇട്ടാ എന്റെ മോനെ ഞാൻ കാണിച്ച പോരെ. പിന്നെ അത് പോരേടി, നമുക്ക് അങ്ങനെ വാട്സപ്പിലും കാണാൻ ഇട്ടുകൊടുത്താൽ മതിയല്ലേ. എന്റെ മണ്ടൻ ഗുണ്ടേ നിങ്ങളെ പരിഹസിച്ചതാന്ന്. അയ്യോ എന്റെ ചൂടായി, എന്റെ ചൂടായി. അടുത്തോട്ട് വരല്ലേ, ഭയങ്കര ചൂടാ. അടുത്തോട്ട് വരല്ലേ. നല്ല ചൂട്, നല്ല പണിയോട് നല്ല ചൂട്. ഇപ്പൊ 1 കിലോ അരി എടുത്ത് ആരെ വായിലോട്ട് ഇട്ടാ ചെവിക്കാത്തത് ചോറ് ഇറങ്ങി വരും. കുണ്ടളപ്പുഴു, ഗുണ്ടാപ്പേട്ട്, അബദ്ധം പറ്റിപ്പോയതാ. അതെ, നിങ്ങൾക്ക് എന്റെ അണ്ണന്റെ തനി നിറ അറിയാവോ? മനസ്സിലാക്കണം. പണ്ടൊരു ദിവസം മുളവനെ ചന്തയെ വെച്ച് ഞാൻ ആദ്യമായിട്ട് കാണുക അണ്ണന്റെ സംഘടനം. ഒരു ചട്ടമ്പി അണ്ണനെ അഴിക്കാനോട്ട് വന്നപ്പോണ്ടല്ല, ആ ചട്ടമ്പി ഇങ്ങോട്ട് കഴുത്തിന് കുത്തി പിടിച്ച് കുനിച്ച് നിർത്തി ഇടിയും കൊടുത്തു ഒച്ച എറിയും. അങ്ങനെ അന്നാ ഞാൻ അണ്ണന്റെ ചൂട് ഞാൻ കാണുന്നത്. പിന്നെ അത് മാത്രോ തമിഴ്നാടുണ്ടായ കാര്യം പറഞ്ഞു. അയ്യോ തമിഴ്നാട്ടിലെ കാര്യം പറയണ്ട. തമിഴ്നാട്ടിൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്നങ്ങോട്ട് ഇറങ്ങിയതും അവിടുത്തെ ഒരു കൗണ്ടർ അണ്ണനെ വെല്ലുവിളിച്ച്. അണ്ണ ഒന്നും നോക്കിയില്ല. എടാ കൗണ്ടറേ എന്ന് പറഞ്ഞ അണ്ണന്റെ കൊരവള്ളി കുത്തി പിടിച്ച് ഇങ്ങനെ ഒരു കറക്ക് കറക്കി എടുത്ത് പോക്കിയായിരുന്നു. ഒറ്റ എറിയിട്ട് കൊടുത്തു. എന്റെ അണ്ണൻ തെറിക്കുണ്ടല്ലോ, കൗണ്ടർ തെറിച്ചൊരു പോക്ക്. കൗണ്ടർ നിന്റെ തന്നപ്പോഴേ അറിയാം തെറിക്കുമെന്ന്. മർമ്മത്തടിച്ചാൻ പൈസ വാങ്ങിച്ചു. പക്ഷേ കാശ്മീരിലെ സംഭവം ഒന്ന് കേക്കണം. കാശ്മീരിലെ കാര്യം പറയല്ലേ എന്റെ പൊന്നോ. എന്താ ഇപ്പൊ തമിഴ്നാട്ടിൽ കിടന്ന് നിരങ്ങുന്നതേ ഉള്ളൂ. ഒരു കാശ്മീരിലൂടെ താങ്ങാനുള്ള ഉയിർ എനിക്കില്ല. ഓ എന്റെ അണ്ണ, നിങ്ങൾ ഗുണ്ടയാന്ന് പറഞ്ഞ് വെറുതെ നടക്കോ? നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ല. ഇങ്ങോട്ട് ഞാൻ ചോദിക്കാം, നമ്മൾ എവിടെയാ വന്നേ? ഞാൻ അവന്റെ മോന്റെ അടുത്ത് ചോദിക്കും. നിന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് ആര് പറഞ്ഞ്? പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അന്ന് ആറി. ഇപ്പൊ നീ തിളച്ചു കിടക്കുവോ? ആറി പഠിക്കുന്ന സമയത്ത് ഒരുത്തന്റെ കൈവെള്ളയിൽ കോമ്പസിന് കുത്തിയ ചരിത്രം എനിക്കുണ്ട്. വെൽ ഡൺ മൈ വൈഫ്. ചെന്ന് കേറിക്കൊടു. നിങ്ങളുടെ മോനെ വിടെ? 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 ഞാൻ നാടൻ പാട്ട് പാടിയാവുന്നു. അവനെയൊന്നും ചെയ്യല്ലേ. അല്ല എവിടാ വീടെന്ന് പറഞ്ഞ? വീടോ? സ്കൂള് പഠിച്ചത് കുണ്ടറ MGD സ്കൂള്. സൂചിക്കോതമ്പ്. അല്ല സുജി ഗോവിന്ദ്. അതെ ഞാൻ തന്നെ. നിനക്കെന്നെ മനസ്സിലായില്ലേ? അന്ന് എന്റെ കൈവെള്ളല നീ കോമ്പസ് വെച്ച് കുത്തിയത്. അതെ. അയ്യോ അന്നത്തെ ആറി പഠിച്ച ആ പൊടിമീശക്കാരന് ഓർമ്മയുണ്ടോ? 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിനക്ക് എവിടുന്നാടാ പൊടിമീശ? 19 വയസ്സുള്ള ഒരാൾ 6ാം ക്ലാസ്സിൽ പഠിച്ച പൊടിമീശ വരും. അപ്പൊ പൊടിമീശ അല്ല, മുതുക്ക് മീശയാ. യു കണ്ടിന്യൂ. പറഞ്ഞു വരുന്നത് ആരാ? എന്റെ സുജി, ഞാൻ പവിത്രൻ. പവിത്ര. സുജി, ഐ ആം വെരി സോറി പവിത്ര. കം ഓൺ ബേബി. ഓ യാ. പവിത്ര. എന്റെ സുജു, എന്റെ പവി, എന്റെ സു, എന്റെ പാ, എന്റെ സു, 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 സു.
സൂപ്പ് എടുക്കുവാണെങ്കിൽ ആദ്യം ഒരു ഗ്ലാസ് എനിക്ക്. അതല്ല റൊമാൻസ് പറഞ്ഞു വരുവാ. നിനക്ക് ഓർമ്മയുണ്ടോ, അന്ന് എന്റെ കൈ കോമ്പസിന് കുത്തിയപ്പോ എന്റെ ശരീരവും കൈയും വേദനിച്ചില്ല. പകരം ഒരു റോസാപ്പൂ എന്റെ കൈ വെച്ച് തഴുകുന്നത് പോലെ എനിക്ക് തോന്നിയുള്ളൂ. അന്ന് എന്റെ മനസ്സിൽ കുറിച്ചിട്ടതാ, ഒരിക്കൽ കൂടി ആ കോമ്പസ് കൊണ്ട് എന്റെ കയ്യിലൊന്ന് തഴുകിക്കൂടെ എന്ന്. തഴുകിയ സ്ഥലം മാറിപ്പോയി. ഒരു മാറ്റമില്ല, correct സ്ഥലം തന്നെ കീച്ചിട്ടുണ്ട്. ഇതാടാ പണ്ടുള്ളവര് പറയുന്നേ, വെട്ടൊന്ന് മുറി രണ്ട്. അതല്ല, കുത്തൊന്ന് വെട്ട് രണ്ട്. ചേച്ചി ഓക്കെ ആണോ? ഉറപ്പാണോ? സത്യസന്ധരും ഒരാളെ വീട് വീഴ്ചയിൽ ഞങ്ങൾ എല്ലാരും ഒരുമിട്ട് അത്ര നേരം ചിരിച്ചോണ്ടിരുന്ന ഞങ്ങൾ എല്ലാരും ഒരുമിട്ട് ബ്ലിങ് എന്നായിപ്പോയി. അറിയിട്ട് കൊടുത്തു. പക്ഷെ അല്ലല്ല, ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വീണിട്ട് കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. കുഴപ്പമില്ല, കണ്ടിന്യൂ. പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തോളാം. അറിയിട്ട് കൊടുത്ത്. അതല്ലേ ഞാൻ പറഞ്ഞ, ടീമിന് വേണ്ടി ഞാൻ രക്തസാക്ഷിയായ. അയ്യോ, അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ, ഇത് ചേട്ടനല്ല ചേച്ചിയാണ്, ഞങ്ങളുടെ സ്വന്തം അഞ്ജന ചേച്ചി. നല്ല വീഴ്ചയാണ്. എനിക്ക് ആ ഡയലോഗ് പറയുമ്പോ തന്നെ അറിയായിരുന്നു ചേട്ടൻ എടുത്തിട്ട് എറിയും. റിഹേഴ്സൽ പറഞ്ഞ് എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എറിഞ്ഞോളാം. ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, എറിയുന്ന കുഴപ്പമുണ്ടോ, കറക്റ്റായിട്ട് നീ നിൽക്കോ, കുഴപ്പമില്ല, എന്നെ എടുത്തങ്ങ് എറിഞ്ഞോളാനാ പറഞ്ഞത്. ഓ, അങ്ങനെ അങ്ങ് അനുസരിച്ചല്ലേ? അല്ല, നമ്മൾ പിന്നെ ഒരു ഓളത്തിനൊക്കെ പറഞ്ഞത് അതുപോലെ ഇവന്റെ ഒക്കെ കറക്കി എറിയുന്നല്ലോ എറിയാൻ വരുന്നത്. അപ്പൊ ഇതെവിടെ റിഹേഴ്സൽ ചെയ്തത്? ഇതെവിടെ റിഹേഴ്സൽ ചെയ്തത്? അത് നമ്മളവിടെ സ്വിമ്മിംഗ് പൂളിനടുത്ത് നമ്മൾ റിഹേഴ്സൽ. അതാണ് എറിഞ്ഞത് വെള്ളത്തിന്റെ പൂളില്. ഒന്നും പറ്റിയില്ല. ഇവിടെ വന്നപ്പോ ഫ്ലോറിൽ എടുത്ത് എറിഞ്ഞ അതുപോലെ. മോന്ത ഇടിച്ചല്ലേ? ഇവിടെ ഇടിച്ചല്ലേ, സൈഡ് ക്ലിപ്പ് കിടപ്പുണ്ട് പല്ലിന്റെ, അതാണ് തട്ടി. അല്ല, ഇവരുടെ നാട്ടില് ഇതുപോലെ മിക്കി മൗസിന് ഷൂ ഇട്ട പോലത്തെ ഗുണ്ടകളുണ്ടോ എന്നുള്ളത് നമുക്കൊന്നും അറിയണം. ഇവന് 3 ഷൂ ഉണ്ട് സ്വന്തമായിട്ട്. അവനാണോ ആ ഗ്യാങ്ങിലെ ഗുണ്ട? അപ്പൊ അവനാ നിങ്ങളുടെ നാട്ടിലെ മിക്കി മൗസ്. എടാ, ഇത് ജെൻസി. ശ്രീവിദ്യ ജെൻസി ഗുണ്ടേനെയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഈ മറ്റേ ജെൻസി വേൾഡിലെ ആക്രമങ്ങൾ? അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ? എന്താ ബ്രോന്റെ പേരെന്താ? നന്ദു. ശരിക്കുള്ള പേര് നന്ദു തന്നെയാണോ? സൂപ്പർ സൂപ്പർ. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി ഇവരുടെ പെർഫോമൻസ് കണ്ടു, കഥകൾ കേട്ടു. ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ടേ, അല്ലേ? എല്ലാം ഇന്നത്തെ എല്ലാം പ്രൈസ് മണി അഞ്ജനയ്ക്ക് വേണ്ടി. ഓ, കേട്ടല്ലേ? ഓക്കെ അല്ലേ? ആ. ശരി, നമുക്ക് നോക്കാം ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത്. ഗുണ്ട എന്നെ നോക്കി പേടിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ. എന്താ സംഭവം? 25,000 കൊടുക്കാണ് അല്ലെ? ഫുള്ള് കൊടുക്കുന്നല്ലേ പറഞ്ഞേ? പിന്നെ ഇവർക്ക് രണ്ടുപേർക്കൊന്നുമില്ലേ? ഇല്ല, കാരണം ഇന്ന് പിന്നെ അഞ്ജന ചേച്ചി വീണല്ലോ. അപ്പൊ ശ്വേത ചേച്ചി പറഞ്ഞു ഇന്ന് കിട്ടുന്ന എമൗണ്ട് അതേപോലെ കൊടുക്കണം എന്നാണ്. ഞാനങ്ങ് വീണാ മതിയായിരുന്നു. Alright, 25,000 rupees ശ്വേത ചേച്ചി ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. ₹25,000 ക്രെഡിറ്റഡ്. ഇനി എല്ലാ സ്കിറ്റിലും പോയി വീഴാൻ നിൽക്കണ്ട കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത്. എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, തലയിടിച്ചതിന്റെ ഒരു മന്ദപ്പിൽ ഇങ്ങനെ ആടി ആടി. ഓക്കെ, വേഗം നമുക്ക് റെഡിയാക്കാം. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്.